ജെയ് മെയിൻ 2020 ജനുവരി 7 ചോദിച്ച ഷിഫ്റ്റ് 1 എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നാം എല്ലാവരും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ജനുവരി 7 തന്നെ ചോദിച്ച ഷിഫ്റ്റ് 2 എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് അത് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ എന്നുള്ള ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പറയുന്നത് ഇങ്ങനെയാണ്: ദ നമ്പർ ഓഫ് ഓർഡേർഡ് പെയേഴ്സ് ആർ k ഫോർ വിച്ച് 6 into 35cr is equal to k square minus 3 into 36cr plus 1 where k belongs to an integer. അതായത് ഇത് സാറ്റിസ്ഫൈ ഈ k എന്നുള്ളത് ഒരു ഇന്റിജർ ആണെങ്കിൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര ഓർഡേർഡ് പെയറുകൾ ഉണ്ടാകും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മുടെ വീഡിയോക്ക് മുമ്പ് ക്വസ്റ്റ്യൻ ഇങ്ങനെ തരുന്ന സമയത്ത് കഴിഞ്ഞ ഇതിലൊക്കെ ചെയ്തതുപോലെ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്യാം, എന്നിട്ട് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയതിനു ശേഷം സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രം നിങ്ങൾ സൊല്യൂഷൻ നമ്മുടെ വീഡിയോയിലേക്ക് എന്ത് ചെയ്യാം, പോകാം. ഇനി അതായത് സൊല്യൂഷൻസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഇനി ഫർദർ ക്ലാരിഫിക്കേഷൻ ആവശ്യമാണെങ്കിലും വീഡിയോ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഇങ്ങനെ കണ്ടുപോയാൽ മതി. ഇനി ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു തിയറി പറയണം. അതായത് നമുക്കറിയാം, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 6c3 എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എങ്ങനെയാണ് ചെയ്തിരുന്നത്? നമ്മൾ 6ൽ നിന്ന് തുടങ്ങുക 3 ടേം അടിയിലേക്ക് ബൈ 1ൽ നിന്ന് തുടങ്ങുക 3 ടേം മുകളിലേക്ക്, ഇങ്ങനെയാണ് ഇതിന്റെ ഡെഫിനിഷൻ വരുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൽ ഞാൻ 6 into 5 into 4 by 3 into 2 into 1 ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇതിൽ ഞാൻ ആ 6/3 കണ്ടോ, ഈ ആദ്യത്തെ 2 ടേം, ഈ 6/3 മാത്രം ഞാനത് മാറ്റി നിർത്തി. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് അത് വരിക? 6/3 into 5 into 4 by 1 into 2, അതായത് 5ൽ നിന്ന് തുടങ്ങാൻ 2 ടേം അടിയിലേക്ക് ബൈ 1ൽ നിന്ന് തുടങ്ങാൻ 2 ടേം മുകളിലേക്ക്, അതായത് അത് 5c2 അല്ലേ. അങ്ങനെയെങ്കിൽ 6c3 എന്ത് എഴുതാം? 6/3 into 5c2 എന്ന് എഴുതാം. റെഡി? ഇനി ഇതിനെ വേണമെങ്കിൽ വേറൊരു മോഡലിൽ എഴുതാം. 6/3 into 5/2 into 5/2 into 4/1 എന്താ? അത് 4c1 അല്ലേ. അപ്പൊ നിങ്ങൾക്ക് സംഗതി കത്തിയിട്ടുണ്ടാകും. അതായത് ഇതിൽ പഠിക്കാനുള്ള ഒരു പ്രോപ്പർട്ടി ഇങ്ങനെയാണ്. NCRനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാന്ന് അറിയോ? n/r into n-1cr-1. സിമിലർലി ഇതിനെ തന്നെ നമുക്ക് n/r into n-1/r-1 into n-2cr-2 എന്ന് എഴുതാം. ഇനിയും വേണമെങ്കിൽ ഇതിനെ എങ്ങനെ തന്നെ എഴുതാം? n/r into n-1/r-1 into n-2/r-2 into n-3cr-3 എക്സെട്ര. ഈ രീതിയിലേക്ക് ആ NCRനെ നിങ്ങൾക്ക് മാറ്റി ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും. ഇനി അറിയാത്തതാണെങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം, മനസ്സിലാക്കി ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം. ഇനി ഞാൻ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യനിലെ 6 into 35cr is equal to k square minus 3 into 36cr plus 1 എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ചെയ്യുന്ന പരിപാടി ഇവിടെ 6 into 35cr which is equal to k square minus 3 into ഈ 35cr plus 1 എനിക്ക് എന്ത് ചെയ്താന്ന് അറിയോ? 35/r plus 1 into വേണ്ട n/r into ഇതിനേക്കാളും ഒന്ന് കുറച്ചിട്ട് ഇവിടെ കൊടുത്താൽ പോരെ. അങ്ങനെയെങ്കിൽ ഇവിടെ 36 minus 1 എന്താണ്? 35/r plus 1 minus 1 എന്താ? 6. അങ്ങനെയെങ്കിൽ ഇതിന് 35cr എഴുതാം. രണ്ട് ഭാഗത്തെയും ഈ 35cr ക്യാൻസൽ ആയി പോകും. ഇനി ഇവിടെ ഉണ്ടാകുന്ന വാല്യൂസ് 6 is equal to അവിടെ വേറെ സംഗതി കൂടി നടത്താൻ പറ്റും. ഈ 6ഉം ഈ 36ഉം തമ്മിൽ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ഇവിടെ 6 എന്ന് വരൂലേ. അങ്ങനെയെങ്കിൽ ഈ ബൈ r plus 1 ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ ഇൻറ്റു r plus 1 is equal to ഇവിടെ എന്തുണ്ടാകും? 6 into k square minus 3 into 6നെയും പുറത്തേക്ക് എടുത്താൽ r plus 1 by 6 is equal to k square minus 3 എന്ന് വരും. അങ്ങനെയെങ്കിൽ k സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? k സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ r plus 1 by 6 plus 3 എന്ന് വരും. റെഡി അല്ലേ?
ഇനി നിങ്ങളോട് പറയുന്നുണ്ട് ഈ കെ എന്നുള്ളത് എന്താവണം, ഒരു ഇന്റിജർ ആകണം എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. കെ എന്നുള്ളത് ഒരു ഇന്റിജർ ആകണം എന്നുണ്ടെങ്കിൽ കെ സ്ക്വയർ എന്നുള്ളത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകണ്ടേ? അങ്ങനെയെങ്കിൽ കെ എന്നുള്ളത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകണം എന്നുണ്ടെങ്കിൽ ആറിന് എന്തൊക്കെ വാല്യൂസ് പോസിബിൾ ആണ് എന്നുള്ളതും ചിന്തിക്കണം. അതായത് ആറിന്റെ വാല്യൂ 0 ആയാലും എന്താ സംഭവിക്കാം, 0 + 1 1/6 + 1/3 1/6 + 1/3 എന്നുള്ള പെർഫെക്റ്റ് സ്ക്വയർ ആവുമോ? ഇല്ല. അപ്പൊ ആറിന് ഞാൻ ഓരോ വാല്യൂസ് ഇങ്ങനെ കൊടുക്കുക. ആറിന് തോന്നിയ വാല്യൂസ് കൊടുക്കാൻ പറ്റൂല, കാരണം 35 CR ഉണ്ട് ഇവിടെ. അപ്പൊ ഈ ആറിന്റെ മിനിമം വാല്യൂ എന്താണ്? ആറിന്റെ മിനിമം വാല്യൂ 0 ആണ്. ആറിന് കൊടുക്കാൻ പറ്റിയ മാക്സിമം വാല്യൂ എന്താണ്? 35 ആണ്. ഇതിന്റെ ഇടയിലുള്ള വാല്യൂസ് വേണം ഈ ആറിന് നിങ്ങൾ കൊടുക്കാൻ. അപ്പോൾ ഇതിൽ പെടുന്ന ഏതെങ്കിലും വാല്യൂസ് ഇതിന് കൊടുക്കുമ്പോൾ എപ്പോഴാണ് കെ സ്ക്വയർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവുന്നത് എന്ന് നിങ്ങൾ നോക്കണം. 0 കൊടുക്കുമ്പോൾ നടക്കൂല, 1 കൊടുക്കുമ്പോൾ നടക്കൂല, കാരണം ഈ ബൈ 6 ഇല്ലാതാക്കണം. ആ ബൈ 6 ഇല്ലാതാക്കണമെങ്കിൽ ഒരു മാർഗം മുകളിൽ 6 വരിക എന്നുള്ളതാണ്. മുകളിൽ 6 വരുന്നുണ്ടെങ്കിൽ ആറിന്റെ വാല്യൂ എന്ത് കൊടുക്കുക? 5 കൊടുക്കുക. ആറിന്റെ വാല്യൂ 5 കൊടുക്കുന്ന സമയത്ത് നോക്ക്, when the value of r is equal to 5 എന്ത് സംഭവിക്കും? k square is equal to 5 + 1/6 + 3, അതായത് 1 + 3 4 വരൂലേ? എടാ k സ്ക്വയറിന്റെ വാല്യൂ 4 ആണെങ്കിൽ k യുടെ വാല്യൂ എന്താ? √4, that is +or-2 അല്ലേ? അങ്ങനെയാണെങ്കിൽ k യുടെ വാല്യൂ +2 ആയാലും -2 ആയാലും ആ കണ്ടീഷൻ ഒബേ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ r, k എന്നാണ് ഓർഡേർഡ് പെയർസ് ഉള്ളത് അല്ലേ? r, k എന്നുള്ളതാണ് ഓർഡേർഡ് പെയർസ് ഉള്ളത്. അപ്പൊ ഏതൊക്കെ ഓർഡേർഡ് പെയർ വരാം? r എന്നുള്ളത് 5 ആകുന്ന സമയത്ത് k ന്റെ വാല്യൂ 2 ആകാം, അല്ലെങ്കിൽ r ന്റെ വാല്യൂ 5 ആകുന്ന സമയത്ത് k യുടെ വാല്യൂ -2 ആകാം. അപ്പൊ രണ്ട് ഓർഡേർഡ് പെയർസ് ആയി. ഇനി വേറെ ഏതെങ്കിലും വാല്യൂ ഇതിന് പറ്റുമോ നോക്കണം. എടാ ഇതിന് പറ്റണം എന്നുണ്ടെങ്കിൽ ഇത് മുകളിൽ 6 വന്നു കഴിഞ്ഞാൽ 6/6 എന്താവും? 1 ആവും. ഇനി മുകളിൽ 6ന്റെ മൾട്ടിപ്പിൾസ് വന്നാലും ഇതിന്റെ ഫ്രാക്ഷൻസ് ഇല്ലാതാവും. അതായത് മൾട്ടിപ്പിൾസ് ആയ ഇവിടെ ഈ r + 1ന്റെ വാല്യൂ 12 വന്നാൽ 12/6 2 ആവും. പക്ഷെ 2 + 1 എന്താ? 2 + 3 എന്താ? 5. അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അങ്ങനെയെങ്കിൽ ഇനി ഇതിനുണ്ടാകുന്ന പെർഫെക്റ്റ് സ്ക്വയർ ആരായിരിക്കും എന്നുള്ളതാണ് അടുത്ത വിഷയം. അതായത് പെർഫെക്റ്റ് സ്ക്വയർസ് ഒന്ന് ഇവിടെ 4 വരലാണ്, അല്ലെങ്കിൽ ഇവിടെ 4 വന്നു കഴിഞ്ഞാൽ നടക്കും. പിന്നെ ഇനി 9 വരണം. 9 വരണമെങ്കിൽ ഇവിടെ എന്ത് വരണം? 4 കഴിഞ്ഞ്, അതായത് ഇവിടെ മൊത്തം k സ്ക്വയറിന്റെ വാല്യൂ 4 വരുന്നത് ഒരു കേസ്. ഇനി അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ എന്താ? k സ്ക്വയറിന്റെ വാല്യൂ 9 വരുന്ന കേസ്. 9 വരണമെങ്കിൽ ഇവിടെ 3 ആണ്. അപ്പൊ ഇവിടെ 6 വന്നാൽ മതി. ഇവിടെ 6 വരണമെങ്കിൽ മുകളിൽ 36 വരണം. മുകളിൽ 36 വരണമെങ്കിൽ r ന്റെ വാല്യൂ എന്താവണം? 35 ആകണം. അപ്പൊ അടുത്ത r ന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ r = 35 ആണ്. എടാ r ന്റെ വാല്യൂ 35 ആവുമ്പോൾ ഞാനിപ്പോ പറഞ്ഞു ഇവിടെ എന്ത് വരും? 35 + 1/6 + 3, അതായത് 36/6 എന്താ? 6 + 3 = 9 വരും. എടാ k സ്ക്വയറിന്റെ വാല്യൂ 9 ആകുന്ന സമയത്ത് k യുടെ വാല്യൂ എന്താ? അത് √9, അത് +or-3 അല്ലേ? അപ്പൊ അങ്ങനെയെങ്കിൽ ഈ r ന്റെ വാല്യൂ 35 ആകുമ്പോൾ k യുടെ വാല്യൂ +3 ആകാം -3 ആകാം. അങ്ങനെയാണെങ്കിൽ ഓർഡേർഡ് പെയർസ് ഏതാ? 35, 3 പിന്നെ 35, -3. ഇനി അടുത്ത r ന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് നോക്കണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് r ന് പോസിബിൾ ആയിട്ടുള്ള ഇവിടുത്തെ മിനിമം വാല്യൂ 0 ആണ്, മാക്സിമം വാല്യൂ 35 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും വാല്യൂസ് r ന് പോസിബിൾ ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പർ ഓഫ് ഓർഡേർഡ് പെയർസ് എന്താ? ഇത് 2, that is total number of ordered pairs is 4. ആ 4 എന്നുള്ളത് ഓപ്ഷൻ 4 ആയിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. that is option 4 is correct. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് 4α into integral -1 to 2 e raised to -α into mod x into dx is equal to 5 ആണെങ്കിൽ ആൽഫയുടെ വാല്യൂ ആണ് ചോദിക്കുന്നത്. എടാ ആദ്യമായിട്ട് ഞാൻ ആൽഫയുടെ വാല്യൂ കാണണം എനിക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്റഗ്രലിന്റെ വാല്യൂ മാത്രം ഞാൻ എടുത്തു, എന്നിട്ട് അത് ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഇന്റഗ്രൽ -1 to 2 e raised to -α into dx -α mod x into dx. ഇതിന്റെ വാല്യൂ കാണാൻ ഇവിടെ കണ്ടോ ഈ mod x എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഇല്ലേ? ഈ mod x എന്നുള്ള ഫംഗ്ഷന്റെ ഇന്റഗ്രൽ നമുക്ക് അറിയില്ല, കാണാപ്പാടെ അറിയില്ല. അങ്ങനെയെങ്കിൽ ഈ mod x ന്റെ പണി നിങ്ങൾക്ക് അറിയാം. അതായത് mod x ന്റെ പണി എന്താണ്? mod x is equal to -x if x less than 0, x if x greater than or equal to 0 അല്ലെ? അതായത് ഇതിന്റെ ഉള്ളിൽ നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് ഓഫ് ഉള്ളിലുള്ളത്,
ഈ ഉള്ളിലുള്ളതെങ്ങാനും പോസിറ്റീവ് ആണെങ്കിൽ ഉള്ളിലുള്ള അതേ ആൻസർ തന്നെയാണ് mod x ന് കിട്ടുക. അങ്ങനെയെങ്കിൽ ഈ mod x ന് പണി മാറുന്ന പോയിന്റ് ഏതാ? 0. 0നേക്കാൾ താഴെയുള്ള ഭാഗത്ത്, അതായത് നെഗറ്റീവില് mod x ന് ഒരു പണിയും, നെഗറ്റീവ് അല്ലാതെ പോസിറ്റീവ് ആണെങ്കിൽ, അതായത് 0നേക്കാൾ മുകളിലാണെങ്കിൽ വേറൊരു പണിയായിരിക്കും mod x ന് ഉണ്ടാകുക. അങ്ങനെയെങ്കിൽ ഇന്റഗ്രലിന്റെ വേറൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറിയാം. ഇന്റഗ്രൽ a to b f of x dx ന് ഈ ആന്റിയും ബിന്റെയും ഇടയിലുള്ള ഒരു പോയിന്റ് ആണ് സി എങ്കിൽ അവിടെ വെച്ച് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇന്റഗ്രൽ a to c f of x dx പ്ലസ് ഇന്റഗ്രൽ c to b f of x dx ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും എന്ന് പഠിച്ചിട്ടുണ്ട്. സാധാരണ ഈ പ്രോപ്പർട്ടി എപ്പോഴാണ് അപ്ലൈ ചെയ്യണമെന്ന് അറിയോ? ഒരു ഫംഗ്ഷന്റെ പണി ഒരു പർട്ടിക്കുലർ ഇന്റർവെല്ലിൽ ഒരു പണിയും വേറെ ഇന്റർവെല്ലിൽ വേറൊരു പണിയാണെന്നുണ്ടെങ്കിൽ ആ പണി മാറുന്ന പോയിന്റിൽ വെച്ചിട്ടാണ് അതിനെ സാധാരണ സ്പ്ലിറ്റ് ചെയ്യാറ്. അങ്ങനെയെങ്കിൽ ഈ mod x, ഈ ഫംഗ്ഷനിലെ mod x ന്റെ പണി ചേഞ്ച് ചെയ്യുമല്ലോ. നെഗറ്റീവിൽ ഒരു പണിയും പോസിറ്റീവിൽ വേറെ പണിയാണ്. അങ്ങനെയാണെങ്കിൽ -1 മുതൽ 2 വരെ എന്ന് പറയുമ്പോൾ -1 മുതൽ 0 വരെയുള്ള പോർഷൻ നെഗറ്റീവും 0 മുതൽ 2 വരെയുള്ള പോർഷൻ പോസിറ്റീവ് ആണ്. അങ്ങനെയെങ്കിൽ ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന സമയത്ത് എന്ത് കിട്ടുടാ? ഇന്റഗ്രൽ -1 to 0 e raised to -alpha mod x dx പ്ലസ് ഇന്റഗ്രൽ 0 to 1 e raised to -alpha mod x dx എന്ന് എഴുതി. ഇനി ഞാൻ ചെയ്യുന്ന പരിപാടി -1 to 0 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആകുന്ന സമയത്ത് ഈ mod x ന്റെ വാല്യൂ എന്താണ്? -x ആണ്, നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ -alpha into -x എന്താ? plus alpha x, that is integral -1 to 0 e raised to alpha x dx എന്ന് വരും. പ്ലസ് അടുത്തത് ഇന്റഗ്രൽ 0 to 1 എന്ന് പറയുമ്പോൾ എന്താ? 0 to 1 അല്ല, സോറി, 0 to 2 എന്ന് പറയുമ്പോൾ ഈ mod x ന്റെ വാല്യൂ, അത് x ന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ mod x, ഈ x പോസിറ്റീവ് ആകുമ്പോൾ mod x ഈക്വൽ ടു എന്താണ്? x ആണ്. അപ്പൊ ഇന്റഗ്രൽ 0 to 2 e raised to -alpha x dx എന്നാണ് വരിക. ഇനി അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ e raised to alpha x ന്റെ ഇന്റഗ്രൽ എന്താ? e raised to alpha x all divided by alpha from -1 to 0. Similarly, അടുത്തത് e raised to -alpha x ന്റെ ഇന്റഗ്രൽ e raised to -alpha x by -alpha from 0 to 2. ഇനി ഇതിന്റെ ലിമിറ്റ് ആണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ, ഇവിടെ ബൈ ആൽഫ കോമൺ ആണ്, കോൺസ്റ്റന്റ് ആണ്, അതിനെ പുറത്തേക്ക് എടുക്കാം. ഇവിടെ -alpha കോൺസ്റ്റന്റ് ആണ്, അതിനെയും പുറത്തേക്ക് എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ ചെയ്യുന്ന സമയത്ത് 1/α ഇൻറ്റു ഇതിന്റെ അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ e raised to alpha into 0 e raised to 0 മൈനസ് alpha into -1 e raised to -alpha. ഇനി ഇവിടെ -alpha കൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ എന്ത് വരും? -1/α ഇൻറ്റു ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കാണ് 2 കൊടുക്കുന്ന സമയത്ത് e raised to എന്ത് വരൂടാ? മൈനസ് x ന് 2 കൊടുത്തു കഴിഞ്ഞാൽ -2α മൈനസ്, ഇനി അടുത്ത x ന് 0 കൊടുത്തു കഴിഞ്ഞാൽ e raised to 0. ഇനി 1/α ഞാൻ ഫുൾ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. അതായത് ഇവിടെ 1/α ഉണ്ട്, ഇവിടെ 1/α ഉണ്ട്. ടോട്ടൽ ആയിട്ട് ഞാൻ 1/α പുറത്തേക്ക് എടുത്താൽ ഉള്ളിൽ എന്താ ഉണ്ടാവുക? e raised to 0, അത് 1 ആണ്, മൈനസ് e raised to -α. പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് ഉള്ളിലേക്കാണ് കൊടുത്തു കഴിഞ്ഞാൽ പ്ലസിനെ മൈനസ് ആക്കും, മൈനസിനെ പ്ലസ് ആക്കും. അപ്പൊ എന്ത് വരൂടാ? e raised to -2α പ്ലസ് e raised to 0 ന്റെ വാല്യൂ എന്താ? 1. അപ്പൊ അങ്ങനെയെങ്കിൽ 1/α ഇൻറ്റു ഇവിടെ 1 + 1 എന്ന് പറയുമ്പോൾ 2 ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ എന്ത് വരും? 2 മൈനസ് e raised to -α മൈനസ് e raised to -2α എന്ന് വരും. ഇതാണ് ഇന്റഗ്രലിന്റെ വാല്യൂ. പക്ഷെ നിങ്ങളോട് പറയുന്നത് എന്താണ്? ഇവിടെ 4α ഇൻറ്റു ഇന്റഗ്രൽ -1 to 2 e raised to -α mod x dx 5 ആണെന്നാ പറയുന്നത്. അപ്പൊ ഇതിന്റെ വാല്യൂ എന്താ? 4α ഇൻറ്റു ഇയാളുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, ആ വാല്യൂ ആണ് ഇത്. അതായത് which is 1/α ഇൻറ്റു 2 മൈനസ് e raised to -α മൈനസ് e raised to -2α is equal to 5 എന്ന് വരും. ഇവിടെ ഈ ആൽഫയും ആൽഫയും എന്തായി? ക്യാൻസൽ ആയി പോയി. ഇനി അങ്ങനെയെങ്കിൽ ഈ 4നെ ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എങ്ങനെയായി മാറും? 8 മൈനസ് 4 into e raised to -α minus 4 into e raised to -2α is equal to 5 എന്ന് വരും.
ഈ 5നെ ഞാൻ ഇങ്ങോട്ട് എടുത്തു, അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും ഞാൻ അപ്പുറത്തേക്ക് എടുത്തു. അപ്പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? എല്ലാവരും അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ 4 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ പ്ലസ് 4 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2 ആൽഫ പ്ലസ് 5 മൈനസ് 8 മൈനസ് 3 ഇസിക്കൽ ടു 0 എന്ന് വരും. എടാ ഇത് ശരിക്കും എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? അതായത് ഇവിടെ ഞാൻ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കും. ഇവിടെ ഇ റേസ് ടു മൈനസ് ആൽഫ കണ്ടോ നിങ്ങൾ? ഇ റേസ് ടു മൈനസ് ആൽഫനെ ടി എന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനത്തെ ഇക്വേഷൻ ആയിട്ട് വരിക? ഇ റേസ് ടു മൈനസ് ആൽഫനെ ടി പോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതെന്താണ്? ഇ റേസ് ടു മൈനസ് ആൽഫന്റെ സ്ക്വയർ അല്ലേ? അപ്പൊ ഈ ഒരു ടേമിനെ എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ 4 ഉണ്ട്, 4t സ്ക്വയർ എന്ന് എഴുതാം. പിന്നെ ഇതിനെ പ്ലസ് 4t എന്ന് എഴുതാം. മൈനസ് 3 ഇസിക്കൽ ടു 0 എന്ന് എഴുതാം. ഇനി അതിൽ ഞാൻ ഫാക്ടറൈസേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാം. എന്താ ഫാക്ടറൈസേഷൻ മെത്തേഡ് പറയുന്നത്? സമ്മ്, അത് ഇവിടെ ടിയുടെ കോഷ്യന്റ് 4ഉം പ്രൊഡക്റ്റ് അത് കോൺസ്റ്റന്റ് ടേം മൈനസ് 3 ഇൻറ്റു ഇവിടുത്തെ ടി സ്ക്വയറിന്റെ കോഷ്യന്റ് 4, ദാറ്റ് ഈസ് മൈനസ് 12ഉമായ രണ്ട് നമ്പേഴ്സ് നിങ്ങൾ നോക്കും. സമ്മ് ചെയ്താൽ 4 കിട്ടണം, പ്രൊഡക്റ്റ് എടുത്താൽ മൈനസ് 12ഉം കിട്ടണം. ഏതാണ് അത്? 6 ആൻഡ് മൈനസ് 2 അല്ലേ? ഇത് സമ്മ് ചെയ്താൽ 4 കിട്ടും, പ്രൊഡക്റ്റ് എടുത്താൽ മൈനസ് 12 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടിയുടെ വാല്യൂ എങ്ങനെ കാണാം? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ നമ്പേഴ്സിനെ ടി സ്ക്വയറിന്റെ കോയിഫിഷ്യന്റിന്റെ നെഗറ്റീവിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡയറക്റ്റ് ആയി സൊല്യൂഷൻ കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 6/-4 ഓർ ഇവിടെ -2/-4 എന്ന് കിട്ടും. അതായത് ഇവിടെ എന്താ വരിക? -3/2 ഓർ എന്താ വരിക? 1/2. അപ്പൊ ടിക്ക് രണ്ട് വാല്യൂസ് പോസിബിൾ ആയിട്ടുണ്ട്, -3/2, 1/2. പക്ഷെ ഈ ടി എന്ന് പറഞ്ഞാൽ ആരാ? ഇ റേസ് ടു മൈനസ് ആൽഫയാണ്. അപ്പൊ ഇ റേസ് ടു മൈനസ് ആൽഫയാണ് ടി. പക്ഷെ ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ വാല്യൂ ഒരിക്കലും നെഗറ്റീവ് വരില്ല എന്ന് പഠിച്ചിട്ടില്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ ഈ -3/2 എന്നുള്ള വാല്യൂ ഇതിന് പോസിബിൾ അല്ല. അതുകൊണ്ട് ഇ റേസ് ടു മൈനസ് ആൽഫയുടെ വാല്യൂ ഏതാ? 1/2. അപ്പൊ അങ്ങനെയെങ്കിൽ ഇനി ആൽഫയുടെ വാല്യൂ കാണണം. ഇവിടെ ഇ റേസ് ടു മൈനസ് ആൽഫ 1/2 എന്ന് കിട്ടി. ഇനി എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ കളയണം. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇവിടുന്ന് ഇല്ലാതാക്കണം, ആൽഫനെ താഴത്തേക്ക് ഇറക്കണം എന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ഇറക്കുന്ന പണി ആർക്കാണ്? ലോഗിനാണുള്ളത്. ലോഗിന്റെ ബേസ് എന്താവണം? ഇ ആവണം. അപ്പൊ ടേക്കിംഗ് ലോഗരിതം ടു ദ ബേസ് ഇ ഓൺ ബോത്ത് സൈഡ്, then we get മൈനസ് ആൽഫ is equal to ലോഗ്, അല്ലെങ്കിൽ അതിന്റെ എടുക്കുന്നതിന് മുമ്പ് വേറെ പണി ചെയ്യാം. ഇ റേസ് ടു മൈനസ് ആൽഫ 1/2 ആണെങ്കിൽ ഇ റേസ് ടു ആൽഫ എന്താണ്? 2. എന്നിട്ട് ലോഗ് എടുക്കാം. അങ്ങനെ ലോഗ് എടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ടേക്കിംഗ് ലോഗരിതം ടു ദ ബേസ് ഇ ഓൺ ബോത്ത് സൈഡ് ആവുമ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു log 2 ടു ദ ബേസ് ഇ എന്നാണ് ആൻസർ വരിക. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ഓപ്ഷൻ 4 ഈസ് കറക്റ്റ്. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യനിൽ പറയുന്നത് എഫ് ഓഫ് എക്സ് എന്നുള്ളത് ഒരു 5th ഡിഗ്രി പോളിനോമിയൽ ആണ്. എക്സ് ഈസിക്കൽ പ്ലസ് ഓർ മൈനസ് 1 എന്ന് പറഞ്ഞാൽ അതിലുള്ള ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ്. പിന്നെ ലിമിറ്റ് എക്സ് ടെൻസ് 0 2 പ്ലസ് എഫ് ഓഫ് എക്സ് ബൈ എക്സ് ക്യൂബിന്റെ വാല്യൂ 4 ആണ്. അങ്ങനെയെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ട്രൂ? ഇതിൽ തെറ്റായ ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആദ്യമായിട്ട് നമ്മോട് പറയുന്നുണ്ട് എഫ് ഓഫ് എക്സ് എന്നുള്ളത് ഒരു 5th ഡിഗ്രി പോളിനോമിയൽ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 5th ഡിഗ്രി പോളിനോമിയലിനെ ജനറലി എനിക്ക് ഇങ്ങനെ എഴുതാലോ. ഞാൻ 5th ഡിഗ്രി പോളിനോമിയൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് a3x ക്യൂബ് പ്ലസ് a4x റേസ് ടു 4 പ്ലസ് a5x റേസ് ടു 5. ഈ ഒരു ഫംഗ്ഷൻ ആണ് ഇവിടുത്തെ പോളിനോമിയൽ ഫംഗ്ഷൻ, 5th ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷൻ. ഇങ്ങനെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നമ്മോട് പറയുന്ന ഒരു കാര്യം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ലെ, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 2 പ്ലസ് എഫ് ഓഫ് എക്സ് ബൈ എക്സ് ക്യൂബ് ഇതിന്റെ വാല്യൂ 4 ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ +2 ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് 2ന്റെ വാല്യൂ 2 എന്നല്ലേ വരിക? ആ +2 ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ അത് -2 ആകും. അപ്പൊ 4 - 2 എന്താവും? 2 ആവൂലേ? അങ്ങനെയെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ബൈ എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 2 എന്ന് വരും. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? ഇതല്ലേ? അത് ഞാൻ കൊടുക്കുന്ന സമയത്ത് a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് a3x ക്യൂബ് പ്ലസ് a4x റേസ് ടു 4 പ്ലസ് a5x റേസ് ടു 5 ഓൾ ഡിവൈഡഡ് ബൈ x ക്യൂബ് ആണ്, which is equal to 2.
എടാ സാധാരണ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ് ക്യൂബിന് എന്ത് ചെയ്യും, ന്യൂമറേറ്ററിലേക്ക് സ്പ്ലിറ്റ് ആക്കി കൊടുക്കും അല്ലേ, എന്നിട്ട് ആ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്യാ കാണുക. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഞാനിങ്ങനെ സ്പ്ലിറ്റ് ആക്കി കൊടുക്കുമ്പോൾ ഇതിന് സ്പ്ലിറ്റ് ആക്കി കൊടുക്കുമ്പോൾ എന്ത് വരും, a0/x³ അതിലേക്ക് ലിമിറ്റ് x∈3 അപ്ലൈ ചെയ്താൽ എന്താടാ വരിക, ഇൻഫിനിറ്റി അല്ലേ വരിക. പക്ഷെ ഇതിന്റെ വാല്യൂ ടോട്ടൽ വാല്യൂ 2 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഇൻഫിനിറ്റിയിലേക്ക് ഒരിക്കലും എത്തൂല. അപ്പൊ ഇൻഫിനിറ്റിയിലേക്ക് ഇത് എത്താതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ a0 എന്നുള്ള ഒരു ടേം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അതായത് ആ a0ന്റെ വാല്യൂ 0 ആണ്. അതേപോലെ a1x/x³ ചെയ്താലും a1/x² വരും. അതിന് ലിമിറ്റ് x∈0 അപ്ലൈ ചെയ്താൽ അവിടെയും ഇൻഫിനിറ്റി തന്നെ വരിക. അതുകൊണ്ട് ഈ ഒരു ടേം ഇല്ലാതിരിക്കണം. അതായത് ഈ ടേം ഇല്ലാതിരിക്കണമെങ്കിൽ ഇവിടെ a1ന്റെ വാല്യൂ 0 ആകണം. ഇനി അതുപോലെ തന്നെ x²/x³ ചെയ്താലും a2/x എന്ന് വരും. അവിടെയും ഇൻഫിനിറ്റി ആണ് വരിക. അതുകൊണ്ട് ഈ a2 എന്നുള്ള ടേമും ഇല്ലാതാവണം, ദാറ്റ് ഈസ് 0 എന്നാവണം. അപ്പോഴാണ് a2x² എന്നുള്ള ടേമും ഇല്ലാതാവുക. ഇനി ഇവിടെ മുതൽ പ്രശ്നം ഉണ്ടാവില്ല. അതായത് ഇവിടെ മുതൽ എന്തായി മാറുന്നത്, ലിമിറ്റ് x∈0 ലിമിറ്റ് x∈0 ഇതൊക്കെ 0 ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, a³ പ്ലസ് a⁴ x⁴/x³ എന്താ x പ്ലസ് a5x². അതിന്റെ വാല്യൂ ആണ് എന്ത്, ഇതിലേക്ക് ഞാൻ ആ ലിമിറ്റ് x∈0 അല്ലേ ഉള്ളത്, ആ ലിമിറ്റിന് എക്സിന്റെ വാല്യൂ ഞാൻ ഡയറക്റ്റ് ആയിട്ട് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താടാ വരിക, a3 പ്ലസ് a4/0 പ്ലസ് a5/0² എന്ന് പറയുമ്പോൾ പിന്നെ ലാസ്റ്റ് ഇവിടെ a3 മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഈ ടേം 0 ആയി പോകും. ദാറ്റ് ഈസ് a3യുടെ വാല്യൂ എന്ത് വരും, 2 വരും. അങ്ങനെയെങ്കിൽ നമ്മുടെ f(x) എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടാകുന്ന മാറ്റം എന്താ, നമ്മൾ കണ്ടെത്തിയ കാര്യം a0 a1 a2 ഇതിന്റെ വാല്യൂ ഒക്കെ 0 ആണ്. അങ്ങനെയെങ്കിൽ ഇതാ ഈ മൂന്ന് ടേമുകൾ ഇതും 0 ആയതുകൊണ്ട് ഈ മൂന്ന് ടേമുകളുടെ വാല്യൂ എന്തായിട്ടുണ്ടാവും, 0 എന്ന് വന്നിട്ടുണ്ടാവും. ഇനി അതുപോലെ തന്നെ പിന്നെ കിട്ടിയ കാര്യം a3യുടെ വാല്യൂ എന്താണ്, 2 ആണെന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഈ f(x) എന്നുള്ള ഫംഗ്ഷൻ എങ്ങനെ വരിക, f(x) = ഇനി ഇതിന്റെ രൂപം എങ്ങനെയായിട്ട് മാറും, 2x³ പ്ലസ് a4x⁴ പ്ലസ് a5x⁵. അപ്പോൾ ഇങ്ങനെയാണ് f(x)ന്റെ വാല്യൂ കിട്ടുക. ഇനി ഇതിൽ പറയുന്ന കാര്യം എന്താണ്, x ± 1 ക്രിട്ടിക്കൽ പോയിന്റ് ആണ് എന്നാ പറയുന്നത്. എന്നാ ഈ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ the point where f'(x) = 0 or f(x) is non differentiable. അതായത് f(x) 0 ആയ പോയിന്റ്സ് അല്ലെങ്കിൽ f(x) നോൺ ഡിഫറൻഷ്യബിൾ ആയ പോയിന്റ്, അതായത് f'(x) എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ്, ഇങ്ങനെ ആകുന്ന പോയിന്റുകളെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും, ഇത് നോൺ ഡിഫറൻഷ്യബിൾ ആകൂല. കാരണം ഈ f(x) എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ എവരിവർ കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, f'(x) 0 ആകുന്ന പോയിന്റ്സിനെയാണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയാം. അങ്ങനെയെങ്കിൽ ഇവിടെ ഞാൻ f'(x) കാണാണ് കേട്ടോ. ഇവിടെ f(x)ന്റെ വാല്യൂ കാണല്ലേ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയത് f(x)ന്റെ വാല്യൂ ഞാൻ ഇവിടെ വെറുതെ ഒന്ന് എഴുതി വെക്കാണ്. f(x) എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ഇങ്ങനെയാണ്, 2x³ പ്ലസ് a4x⁴ പ്ലസ് a5x⁵. ഇനി ക്രിട്ടിക്കൽ പോയിന്റിന്റെ കണ്ടീഷൻ ഞാൻ അപ്ലൈ ചെയ്യണം. അതായത് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ f'(x) 0 ആകുന്ന പോയിന്റ്. അപ്പൊ ഞാൻ ആദ്യം f'(x) എന്ന് കാണാം കേട്ടോ. ഇവിടുത്തെ f'(x) എന്താ വരിക, f(x) ഇതാണെങ്കിൽ f'(x) എന്ന് പറയുമ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 6x² പ്ലസ് a4x⁴ ഡെറിവേറ്റീവ് എന്താ 4x³ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 4 × a4. ഇനി a4 a5 എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടുന്നില്ല. ഞാൻ ഇതിന് വെറുതെ ഒരു പേര് കൊടുത്തു, ഇതിന് b എന്ന് പേര് കൊടുത്തു, ഇതിന് a എന്ന് പേര് കൊടുത്തു. പ്രശ്നം ചെല്ലാം ax⁵ പ്ലസ് bx⁴ പ്ലസ് 2x³ ആ രൂപത്തിൽ ഞാൻ എഴുതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരിക, 4bx³ പ്ലസ് ഇവിടെ എന്ത് വരും, 5ax⁴. ഇതാണ് f'(x) ന്റെ വാല്യൂ. ഇനി നിങ്ങളോട് പറയുന്നത് x ± 1 എന്നുള്ളത് ക്രിട്ടിക്കൽ പോയിന്റ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ f'(x) ലേക്ക് x-ന് ഞാൻ 1 കൊടുത്താലും -1 കൊടുത്താലും 0 ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ f'(1) 0 ആയിരിക്കും. അപ്പൊ ഇതിലേക്ക് 1 കൊടുത്താൽ എന്താ വരിക, 6 × 1² അത് 6 പ്ലസ് 4b × 1³ അത് 4b പ്ലസ് ഇവിടെ 5a × 1⁴ അത് 5a which is equal to 0 എന്ന് കിട്ടും. അതായത്
5a plus 4b plus 6 is equal to 0. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഇനി അതുപോലെ എഫ് ഡാഷ് ഓഫ് അടുത്ത ക്രിട്ടിക്കൽ പോയിന്റ് -1 ആണ്. അപ്പൊ എഫ് ഡാഷ് ഓഫ് -1 എന്തായിരിക്കും? 0 ആയിരിക്കും. എടാ അതിന് എക്സിനൊക്കെ ഞാൻ -1 എടുക്കുമ്പോൾ 6 ഇൻറ്റു -1ന്റെ സ്ക്വയർ എന്താ? അത് 6. ഇനി 4b ഇൻറ്റു -1ന്റെ ക്യൂബ് എന്താ? അത് -4b. 5a ഇൻറ്റു -1 ഓൾ റൈസ്ഡ് ടു 4 എന്താ? അത് 5a which is equal to 0. ദാറ്റ് ഈസ് അതിനെ വേണമെങ്കിൽ 5a minus 4b plus 6 which is equal to 0 എന്ന് എഴുതാം. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചു. ഇനി ഇത് തമ്മിൽ സോൾവ് ചെയ്തിട്ടാണ് എൻ്റെയും ബിൻ്റെയും വാല്യൂ നിങ്ങൾ കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പരിപാടി ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5a പ്ലസ് 5a ബിക്കം 10a, 4b പ്ലസ് -4b എന്താ? അത് ക്യാൻസൽ ആയി പോകും. പിന്നെ ഇവിടെ ഉണ്ടാകുക എന്താ? 6 പ്ലസ് 6 12 is equal to 0. That is 10a is equal to -12. അപ്പോൾ a എന്ത് വരും ഇവിടെ? -12 by 10. ഫൈനൽ ആൻസർ become -6 by 5. അപ്പോൾ a യുടെ വാല്യൂ എന്ത് കിട്ടി? -6 by 5 എന്ന് കിട്ടി. ഇനി b യുടെ വാല്യൂ കാണാൻ ഞാൻ അതിനെ ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എന്ത് വരും? ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 5 into -6 by 5 plus 4b plus 6 is equal to 0 എന്ന് വരും. എടാ ഇവിടെ ആ 5ഉം 5ഉം തമ്മിൽ ക്യാൻസൽ ആയി പോയി. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ -6 plus 4b plus 6 എന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ -6ഉം +6ഉം ക്യാൻസൽ ആയി പോയി. അങ്ങനെയാണെങ്കിൽ 4b is equal to 0 ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് വാല്യൂ ഓഫ് b is equal to 0. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ b യുടെ വാല്യൂ എന്തായി? 0 ആയി. a യുടെ വാല്യൂ -6 by 5 എന്നും വന്നു. അങ്ങനെയാണെങ്കിൽ ആ f of x എന്നുള്ള ഫംഗ്ഷൻ എന്താണെന്ന് ഇപ്പൊ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താ f of x വരാ? f of x വരാ 2x cube minus 6 by 5 x raised to 5. ഇതാണ് f of x ന്റെ വാല്യൂ. നിങ്ങൾക്ക് കിട്ടിയ f dash of x എങ്ങനെയായിരുന്നു? f dash of x എന്ത് വരും? 6x square minus 6x raised to 4. ഇതാണ് f dash of x. ഇനി നിങ്ങൾക്ക് തന്ന ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് എന്നാ ചോദിക്കുന്നത്. എടാ ഇനി ശരിക്കും എന്താ ചെയ്യേണ്ടത്? f of x is an odd function. ശരിയാണോ? ഓഡ് ഫംഗ്ഷൻ ആണ്. എന്താ ഈ ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല്? അതായത് f of x എന്നുള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്തു. അപ്പോൾ ആ എക്സിനെ എല്ലാ ടേമിനെയും ഞാൻ -x കൊണ്ട് റീപ്ലേസ് ചെയ്താൽ അത് -f of x നോട് ഈക്വൽ ആയ ഫംഗ്ഷനെ പറയുന്ന പേരാണ് ഓഡ് ഫംഗ്ഷൻ. അതായത് f of -x is equal to -x ആണെന്നുണ്ടെങ്കിൽ അത് ഓഡ് ഫംഗ്ഷൻ ആവും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? sin of -x. അപ്പോൾ എന്താ? അത് -sin x അല്ലേ? അതുകൊണ്ട് sin x is an odd function. ഇതേപോലെ -x³ എന്നുള്ളത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. കാരണം x³ x നെ പകരം ഞാൻ -x കൊണ്ട് റീപ്ലേസ് ചെയ്താൽ എന്താ സംഭവിക്കുക? -x ന്റെ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ അതെന്താ? -x³ നോട് ഈക്വൽ ആകും. അതുകൊണ്ട് x³ ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്, x⁵5 ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്, x⁵7 x⁵9 അതായത് x ന്റെ പവറിൽ ഒരു ഓഡ് നമ്പർ വരുന്ന എല്ലാ ഫംഗ്ഷൻസും എല്ലാ പോളിനോമിയൽ ഇങ്ങനത്തെ ഐറ്റംസും എന്താണ്? അതൊരു ഓഡ് ഫംഗ്ഷൻ ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്നത് ഇതൊരു ഓഡ് ഫംഗ്ഷൻ ആണെന്നാ പറയുന്നത്. പറഞ്ഞ് കറക്റ്റ് ആണ്. ഇതൊരു ഓഡാണ്, ഇത് ഓഡാണ്. അതുകൊണ്ട് ഇത് ടോട്ടലി എന്താണ്? ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇക്വേഷൻ ആ ഓപ്ഷൻ 1 പറയുന്നത് എന്താണ്? കറക്റ്റ് ആണ്. ഇനി അടുത്ത ഓപ്ഷൻ 2 ചെക്ക് ചെയ്യണം. ഓപ്ഷൻ 2 ചെക്ക് ചെയ്യുകയാണെങ്കിൽ f of 1 ന്റെ വാല്യൂ കാണാം. അതായത് f of 1 ന്റെ വാല്യൂ കാണുമ്പോൾ ഇവിടെ f of ഓപ്ഷൻ ബി ആണ് ഞാൻ ചെക്ക് ചെയ്യണം കേട്ടോ. സെക്കൻഡ് ഓപ്ഷൻ ചെക്ക് ചെയ്യാണ്. f of 1 എന്താടാ? 2 into 1 cube അതായത് 2 minus 6 by 5 എന്ന് വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ? 10 minus 6 4 by 5 എന്ന് വരും. ഇനി ഇവിടെ ഉള്ളത് എന്താ? f of -1 ഉണ്ട്. f of -1 എന്താടാ വരിക? ഇതിന് -1 കൊടുക്കുമ്പോൾ -2, ഇതിന് -1 കൊടുക്കുമ്പോൾ +6 by 5 ചെയ്ത് കഴിഞ്ഞാൽ എന്താടാ വരിക? -10 + 6. -10 + 6 എന്ന് പറയുമ്പോൾ -4 by 5 എന്ന് വരും. അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയുന്നത് f of 1 -4 into f of -1 4 ആണെന്നാ പറയുന്നത്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. f of 1 ന്റെ വാല്യൂ എന്താ? 4 by 5 minus 4 into ഇവിടെ എന്താ? -4 by 5 എന്ന് വരും. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 + 16 all divided by 5 which is equal to 20 by 5. That is final answer become 4.
അതായത് രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്ന കാര്യവും കറക്റ്റ് ആണ്. ഇനി തേർഡ് ഓപ്ഷനും ഫോർത്ത് ഓപ്ഷനും ഇനി കറക്റ്റ് ആണോ നോക്കണം. എടാ ശരിക്കും ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ട്രൂ എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ഏതാണ് തെറ്റെന്നാണ് ചോദിക്കുന്നത്. അവൻ എന്നെ പോലത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ആയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യും. പക്ഷെ നിങ്ങളെ പോലെ ബുദ്ധിയുള്ള കുട്ടികൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം. അതൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഓപ്ഷൻ 3ഉം ഓപ്ഷൻ 4ഉം നല്ല രീതിയിൽ ഒന്ന് വായിച്ചു നോക്ക്. x is equal 1 is a point of minima and x is equal minus 1 is a point of maxima. ഇനി ഓപ്ഷൻ 4 വായിച്ചു നോക്ക്. x is equal 1 is a point of maxima and x is equal minus 1 is a point of minima. അങ്ങനെയെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രാക്ട് ചെയ്യുന്ന കാര്യമല്ലേ. അങ്ങനെയെങ്കിൽ ഈ ഓപ്ഷൻ 3 അഥവാ ശരിയാണെങ്കിൽ ഓപ്ഷൻ 4 തെറ്റാവും. ഇനി ഓപ്ഷൻ 4 ശരിയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 3ഉം തെറ്റാവും. അപ്പൊ സാധാരണ നിങ്ങളെ പോലെ നല്ല ബുദ്ധിയുള്ള വിദ്യാർത്ഥികള് ഈ 1ഉം 2ഉം ചിന്തിച്ച് സമയം കളയരുത്. നേരെ ഇതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഇതിനെ കുറിച്ച് മാത്രം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏതാണ് കറക്റ്റ് ഏതാണ് റോങ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഓപ്ഷൻ 3ഓ ഓപ്ഷൻ 4ഓ അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ആൻസർ. ഇനി അതിലേക്ക് കടന്നാൽ ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സിന്റെ വാല്യൂ ഇവിടെ പറയുന്നത് 6 ഇതാ. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 6x² - 6x⁴ ആണ്. ഇതിൽ നിന്ന് ഞാൻ 6x² കോമൺ ആയിട്ട് ഔട്ട് സൈഡിലേക്ക് എടുത്തു. 6x² ഇൻറ്റു 1 - x² എന്നല്ലേ വരിക. ഈ 1 - x² എന്ന് പറഞ്ഞാൽ എന്താ? അത് 1² - x², a² - b² എന്താ? a + b × a - b അല്ലേ? അതുപോലെ എഴുതാം. അതായത് 6 × x² ഇൻറ്റു 1 + x ഇൻറ്റു 1 - x. ഇനി ഞാൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്താൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്താ ചെയ്യല്? അത് എഫ് ഡാഷ് ഓഫ് എക്സ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുമ്പോൾ ലോക്കൽ മിനിമം ആണ്. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ലോക്കൽ മാക്സിമം ആണ്. ഇനി സൈന് ചേഞ്ച് ചെയ്യാത്ത രീതിയിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ക്രിട്ടിക്കൽ പോയിന്റിലൂടെ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണ് എന്നാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ഈ നമ്പർ ലൈനിൽ ഈ എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആകുന്ന പോയിന്റ് മാർക്ക് ചെയ്യാണ്. ഇത് എപ്പോഴേക്കാണ് 0 ആവുക? ഒന്ന് എക്സിന്റെ വാല്യൂ 0 ആയാൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താവും? 0 ആവും. ഇനി എക്സിന്റെ വാല്യൂ -1 ആയാലും 0 ആകും. എക്സിന്റെ വാല്യൂ 1 ആയാലും 0 ആകും. ഇനി നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള കാര്യമാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. എടാ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാനൊരു ടെക്നിക്ക് ഉണ്ട്, വേവിക്കർ മെത്തേഡ് എന്ന് പറയും. പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം വേണം. അതുകൊണ്ട് ഞാൻ ഇതിന്റെ സാധാരണ കോൺസെപ്റ്റ് വെച്ച് ചെയ്യാണ്. വേവിക്കർ മെത്തേഡ് അറിയുന്ന ആൾക്കാർ അത് വെച്ച് ചെയ്യാം. അപ്പൊ ഇവിടെ ഞാൻ ചിന്തിക്കാണ്, ഈ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്സിന്റെ വാല്യൂ 1നേക്കാളും കൂടുതലാണെങ്കിൽ ഈ എഫ് ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചിന്തിക്കേണ്ടത്. അതൊരു എക്സാമ്പിൾ ഇട്ട് നോക്കിയാൽ മതി. 1നേക്കാൾ മുകളിലുള്ള എക്സാമ്പിൾ 2. ഇവിടെ 2 ഇട്ട് കൊടുത്താൽ ഇത് പോസിറ്റീവ് ആവൂലേ? ഈ 2 ഇട്ട് കൊടുത്താൽ ഇതും പോസിറ്റീവ് ആവൂലേ? 2 ഇട്ട് കൊടുത്താൽ ഈ 1 - 2 എന്താ വരിക? അത് നെഗറ്റീവ് അല്ലേ വരിക? അപ്പൊ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് ആവും, ഇത് പോസിറ്റീവ് ആവും. പക്ഷെ 1 - 2 -1 നെഗറ്റീവ് വരും. ആ പോസിറ്റീവ് നെഗറ്റീവ് ഈ ഒരു ഭാഗത്ത് നെഗറ്റീവ് ആണ് വരിക. ഇനി അടുത്തത് 0ന്റെയും 1ന്റെയും ഇടയിലുള്ള ഒരാൾ ഇട്ട് കൊടുത്താൽ, ഫോർ എക്സാമ്പിൾ 0.5 എടുത്തു. 0.5 ഇട്ട് കൊടുക്കുമ്പോൾ ഈ 0.5ന്റെ സ്ക്വയർ പോസിറ്റീവ് ആണ്. 1 + 0.5 പോസിറ്റീവ് ആണ്. 1 - 0.5 അതും പോസിറ്റീവ് ആണ്. ദാറ്റ് ഈസ് പോസിറ്റീവ്. ഫൈനൽ ആൻസർ ബിക്കം പോസിറ്റീവ്. അപ്പൊ ഇവിടെയും പോസിറ്റീവ് ആണ്. ഇനി അടുത്തതായി ഞാൻ ചെയ്യുന്നത് -1ന്റെയും 0ന്റെയും ഇടയിലുള്ള നമ്പർ ഇട്ട് കൊടുത്തു. ഫോർ എക്സാമ്പിൾ -0.5 ഇട്ട് കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇയാള് പോസിറ്റീവ് ആണ്. ഇയാളോ 1 + -0.5 എന്ന് പറയുമ്പോൾ എന്താ? 1 + -0.5 എന്ന് പറയുമ്പോൾ 0.5. ഇതേപോലെ ഇവിടെ -0.5 കൊടുത്താൽ 1 - -0.5 ബിക്കം 1 + 0.5 ഈസ് ഈക്വൽ ടു 1.5 ആണ്. അതായത് -1.5 ഇട്ട് കൊടുക്കുമ്പോൾ ഇയാളും പോസിറ്റീവ് ആവും. പോസിറ്റീവ് ദാറ്റ് ഈസ് ആൻസർ ബിക്കം പോസിറ്റീവ്. ഇനി അടുത്ത് -1ന്റെ താഴെയുള്ള നമ്പർ ഞാൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ -1ന്റെ താഴെയുള്ള നമ്പർ ഇട്ട് കൊടുത്താൽ എന്താണ് സംഭവിക്കുക? ഫോർ എക്സാമ്പിൾ ഞാൻ -2 ഇട്ട് കൊടുത്തു. -2 ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഇതിന്റെ സ്ക്വയർ എന്താവും? പോസിറ്റീവ് ആവും. ഇവിടെ -2 ഇടുന്ന സമയത്ത് 1 + -2 ഇതിന്റെ ആൻസർ എന്താവും? നെഗറ്റീവ് ആവും. ഇവിടെ -2 ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് എന്താവും? പോസിറ്റീവ് ആവും. അതായത് പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ദാറ്റ് ഈസ് ആൻസർ ബിക്കം നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സിന്റെ സൈനിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് -1ന്റെ താഴേക്കും 1ന്റെ അപ്പുറത്തേക്കും പോസിറ്റീവ് ആണ്. -1ന്റെയും 1ന്റെ ഇടയിൽ -1ന്റെ താഴേക്കും 1ന്റെ മുകളിലേക്കും എഫ് ഡാഷ് ഓഫ് എക്സ് നെഗറ്റീവ് ആണ്. -1ന്റെയും 1ന്റെ ഇടയിൽ പോസിറ്റീവ് ആണ്.
ഇനി എവിടെയാണ് മാക്സിമ എവിടെയാണ് മിനിമ എന്നാണ് നോക്കേണ്ടത്. എടാ മാക്സിമ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഗ്രാഫ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ അത് മാക്സിമമാണ്. മിനിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ഗ്രാഫ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ കയറുന്ന ആ സമയത്ത് ഈ പോയിന്റിലല്ലേ മിനിമം ഉണ്ടാവുക. അപ്പൊ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്തെന്ന് പറഞ്ഞിരുന്നത്, എഫ് ഡാഷ് ഓഫ് എക്സ്. ഇങ്ങനെയുള്ള എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താ, സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ആണ്. ഇങ്ങനത്തെ ടാൻജന്റ് ഒക്കെ പോസിറ്റീവ് സ്ലോപ്പ് ആണ്, ഇങ്ങനത്തെ സീറോ സ്ലോപ്പ് ആണ്, ഇങ്ങനത്തെ നെഗറ്റീവ് സ്ലോപ്പ് ആണ്. അപ്പൊ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ പറയുന്നത് എന്താണ്, എഫ് ഡാഷ് ഓഫ് എക്സ് ചേഞ്ചസ് ഈ സൈൻ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ലോക്കൽ മാക്സിമം ആണ്. ഇനി അടുത്തത്, ഇത് നെഗറ്റീവ് സ്ലോപ്പ്, ഇത് സീറോ സ്ലോപ്പ്, ഇത് പോസിറ്റീവ് സ്ലോപ്പ്. അപ്പോൾ നെഗറ്റീവിൽ നിന്ന് സീറോയിലേക്കാണെന്നുണ്ടെങ്കിൽ, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണെന്നുണ്ടെങ്കിൽ ലോക്കൽ മിനിമം ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ എന്താണ്, എഫ് ഡാഷ് ഓഫ് എക്സ് ചേഞ്ചസ് ഇറ്റ് സൈൻ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഇത് എന്താണ്, ലോക്കൽ മിനിമ. x is equal point is a x is equal -1 is a point of local minima. ഇനി ഇവിടെ എന്താ, സീറോ അല്ലേ. എഫ് ഡാഷ് ഓഫ് എക്സ് ഡസ് നോട്ട് ചേഞ്ചസ് ഇറ്റ് സൈൻ. എഫ് ഡാഷ് ഓഫ് എക്സ് ഡസ് നോട്ട് ചേഞ്ചസ് ഇറ്റ് സൈൻ. ഇവിടെയും പോസിറ്റീവ്, ഇവിടെ സീറോ, ഇവിടെ വീണ്ടും പോസിറ്റീവ്. അതിനെ പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്, പോസിറ്റീവ് ടു നെഗറ്റീവ്. അതെന്താണ്, ലോക്കൽ മാക്സിമം അല്ലേ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ കാര്യം എന്താണ്, എക്സ് ഈസ് ഈക്വൽ മിനിമ അറ്റ് മിനിമ ഓഫ് എക്സ് മിനിമ ഓഫ് എഫ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു മിനിമ ഇവിടെ അല്ലേ, എക്സ് ഈസ് ഈക്വൽ -1 മിനിമ, പിന്നെ മാക്സിമ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഏതാ, മിനിമം എക്സ് ഈസ് ഈക്വൽ -1. ഇതാ മിനിമ എക്സ് ഈസ് ഈക്വൽ -1, മാക്സിമ എക്സ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ ഇവിടെ ഓപ്ഷൻ 4ഉം കറക്റ്റ് ആണ്. അപ്പൊ ഇതിൽ റോങ് ആയ ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ 3. നിങ്ങളോട് ചോദിച്ചത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് റോങ് എന്നാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിൽ റോങ് ആയത് ഏതാ, ഓപ്ഷൻ 3 ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ, വെക്ടേഴ്സിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സി എന്നുള്ളത് യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. എ പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂ 0 ആണ്. അതുപോലെ ലാംഡ എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ. അതേപോലെ വെക്ടർ ഡി എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി പ്ലസ് ബി ക്രോസ് സി പ്ലസ് സി ക്രോസ് സി ആണെങ്കിൽ ലാംഡ കോമ വെക്ടർ ഡിയുടെ വാല്യൂ കാണണം. അതായത് ലാംഡയുടെ വാല്യൂ കാണണം, വെക്ടർ ഡിയുടെ വാല്യൂ കാണണം. അതായത് ഇവിടെ തന്ന ലാംഡ എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ആണ്. തന്ന കണ്ടീഷൻ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0 എന്നുള്ള ഒരു കണ്ടീഷൻ ആണ്. ഞാൻ ചെറുതായിട്ട് റിസൾട്ട് പറഞ്ഞുതരാം. നിങ്ങൾ പ്ലസ് 2 പഠിച്ച റിസൾട്ട് ആണ്. നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്, എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ അത് മോഡുലസ് ഓഫ് എന്റെ സ്ക്വയർ ആണെന്ന് അറിയാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ടാണ്. വെക്ടേഴ്സിലുള്ള ഒരുപാട് പ്രോബ്ലംസിന് ഉപയോഗിക്കുന്നുണ്ട്. അതായത് മോഡുലസ് ഓഫ് വെക്ടർ എയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഡോട്ട് എ എന്ന് മനസ്സിലാക്കുക. നമ്മളിപ്പോൾ പറഞ്ഞ കണ്ടീഷന് എ പ്ലസ് ബി പ്ലസ് സി ഇസിക്കൽ ടു 0 എന്നാണ് പറഞ്ഞത്. എടാ ഒരു വെക്ടറിന്റെ വാല്യൂ 0 ആയാൽ അതിന്റെ മോഡുലസിന്റെ വാല്യൂ 0 ആവൂലേ? ഒരു മോഡുലസിന്റെ വാല്യൂ 0 ആയാൽ ആ മോഡുലസിന്റെ സ്ക്വയറിന്റെ വാല്യൂ 0 ആവൂലേ? അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് എ പ്ലസ് ബി പ്ലസ് സി എന്താണ്? 0 ആണ്. അതിന്റെ ഹോൾ സ്ക്വയർ 0 ആണ്. എടാ മോഡുലസ് ഓഫ് സം സ്ക്വയർ, മോഡുലസ് ഓഫ് എ വെക്ടറിന്റെ സ്ക്വയർ എ വെക്ടർ ഡോട്ട് ആ വെക്ടർ ആണെന്നുണ്ടെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി എന്നുള്ളത് ഒരു സിംഗിൾ വെക്ടർ ആണല്ലോ. അങ്ങനെയെങ്കിൽ ആ എ പ്ലസ് ബി പ്ലസ് സി എന്നുള്ള സിംഗിൾ വെക്ടറിന്റെ മോഡുലസിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? എ പ്ലസ് ബി പ്ലസ് സി ഡോട്ട് വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി ഇസിക്കൽ ടു 0. ഇടത് തമ്മിൽ ഞാൻ മൾട്ടിപ്ലൈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡോട്ട് ആണ്. അപ്പൊ ഇത് എന്ത് വരും? എ ഡോട്ട് എ അല്ലെ, എ ഡോട്ട് എ പ്ലസ് എ ഡോട്ട് ബി പ്ലസ് അടുത്തത് എ ഡോട്ട് സി പ്ലസ് ഇനി ബിനെ കൊണ്ട് ബി ഡോട്ട് എ പ്ലസ് അടുത്തത് ബി ഡോട്ട് ബി പ്ലസ് നെക്സ്റ്റ് ബി ഡോട്ട് സി പ്ലസ് ഇനി സീനെ കൊണ്ട് ബ്രാക്കറ്റിന് ഓപ്പൺ ചെയ്താൽ സി ഡോട്ട് എ പ്ലസ് സി ഡോട്ട് ബി പ്ലസ് സി ഡോട്ട് സി വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്നാണ് വരിക. എടാ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്, ഈ എ ഡോട്ട് എ എന്ന് പറയുമ്പോൾ അത് മോഡുലസ് ഓഫ് എന്റെ സ്ക്വയർ ആണ്. ബി ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ അത് മോഡുലസ് ഓഫ് ബിന്റെ സ്ക്വയർ ആണ്. സി ഡോട്ട് സി എന്ന് പറഞ്ഞാൽ അതെന്താണ്? മോഡുലസ് ഓഫ് സിന്റെ സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ എനിക്കതിനെ മോഡുലസ് ഓഫ്
വെക്ടർ എ സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് ബി സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് വെക്ടർ സി സ്ക്വയർ എന്ന് എഴുതാം. ഇനി പ്ലസ് ഇവിടെ നോക്ക്, ഈ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് സ്കേലാർ പ്രൊഡക്റ്റ് എന്നല്ലേ ഡോട്ട് പ്രൊഡക്റ്റിനെ പറയാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ ഇല്ല എന്നർത്ഥം. അപ്പൊ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാലും ബി ഡോട്ട് എ എന്ന് പറഞ്ഞാലും സെയിം അല്ലേ. അപ്പൊ എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് എ, അല്ലെങ്കിൽ ഈ ബി ഡോട്ട് എ എ ഡോട്ട് ബി എന്ന് പറയാം. ദാറ്റ് ഈസ് എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് ബി ബിക്കം 2 എ ഡോട്ട് ബി, 2 into എ ഡോട്ട് ബി പ്ലസ് സിമിലർലി എ ഡോട്ട് ബി ഡോട്ട് സി എന്ന് പറഞ്ഞാലും സി ഡോട്ട് ബി എന്ന് പറഞ്ഞാലും സെയിം അല്ലേ. അങ്ങനെയാണെങ്കിൽ ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് ബി ബിക്കം 2 into ബി ഡോട്ട് സി. ലാസ്റ്റ് വൺ എ ഡോട്ട് സി എന്ന് പറഞ്ഞാലും സി ഡോട്ട് എ എന്ന് പറഞ്ഞാലും സെയിം അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിന്റെ സംബന്ധം വരും 2 into സി ഡോട്ട് എ which is equal to 0. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എയും ബിയും സിയും യൂണിറ്റ് വെക്ടേഴ്സ് ആണെന്ന്. യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ മോഡുലസ് ഓഫ് വെക്ടർ എന്റെ വാല്യൂ 1, ഇതിന്റെ വാല്യൂ 1, ഇതിന്റെ വാല്യൂ 1 അല്ലേ. അങ്ങനെയെങ്കിൽ 1 സ്ക്വയർ, അതായത് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് ഈ 3 ടേമിലും 2 കോമൺ ആണ്. 2നെ കോമൺ ആയിട്ട് ഔട്ട്സൈഡിലേക്ക് എടുത്താൽ 2 into എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ which is equal to 0. എടാ ഈ 1 പ്ലസ് 1 പ്ലസ് 1 എന്താ 3, പ്ലസ് 3ന് അപ്പുറത്തേക്ക് ഉണ്ടായാൽ എന്ത് വരും, -3 വരും. അങ്ങനെയെങ്കിൽ 2 into എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ is equal to -3. that is എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് സി പ്ലസ് സി ഡോട്ട് എ which is equal to -3/2. ഇതാണ് ശരിക്ക് ലാംഡ. ദാറ്റ് ഈസ് വാല്യൂ ഓഫ് ലാംഡ is equal to -3/2. ആ -3/2 ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട്? 2 ഓപ്ഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാത്രമാണെങ്കിൽ ഡിയുടെ വാല്യൂ കാണാൻ നിൽക്കണ്ട, ആ ഒരു ഓപ്ഷൻ അവിടെ എഴുതിയാൽ മതി. പക്ഷെ ഇവിടെ 2 ഓപ്ഷൻ ഉള്ളത് കാരണം നിങ്ങൾ വെക്ടർ ഡിയും കാണണം. ഇവിടെ വെക്ടർ ഡി ഞാൻ കാണുന്ന സമയത്ത് എന്ത് വരും? ഇവിടെ വെക്ടർ ഡി അത് നിങ്ങളോട് പറയുന്നത് എ ക്രോസ് ബി പ്ലസ് ബി ക്രോസ് സി പ്ലസ് സി ക്രോസ് എ ആണെന്നാണ്. അങ്ങനെയെങ്കിൽ ഇതിനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഏതെങ്കിലും ഒന്നിനെ റീപ്ലേസ് ചെയ്യാൻ, അതായത് നമുക്കറിയുന്ന ഒരു കാര്യമാണ് എ പ്ലസ് ബി പ്ലസ് സി ഇക്വൽ ടു എന്താണ് 0. അങ്ങനെയെങ്കിൽ വെക്ടർ സിനെ ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് വെക്ടർ എ, പിന്നെ മൈനസ് വെക്ടർ എ മൈനസ് വെക്ടർ ബി എന്ന് എഴുതിക്കൂടെ. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ സികളൊക്കെ ഞാൻ അതുപോലെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എ ക്രോസ് ബി പ്ലസ് ബി ക്രോസ് മൈനസ് വെക്ടർ എ മൈനസ് വെക്ടർ ബി പ്ലസ് ഇനി അടുത്ത് സി ക്രോസ് അല്ലേ. സി ക്രോസ് എന്ന് പറയുമ്പോൾ എന്താ? മൈനസ് എ മൈനസ് ബി ക്രോസ് വെക്ടർ എ. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്ക്, എ ക്രോസ് ബി പ്ലസ് ഈ ബിനെ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ വെക്ടർ ബി ക്രോസ് മൈനസ് വെക്ടർ എ, അതായത് മൈനസ് ഓഫ് ബി ക്രോസ് എ. ഇനി അടുത്തത് വെക്ടർ ബി ക്രോസ് മൈനസ് ബി എന്താ? മൈനസ് വെക്ടർ ബി ക്രോസ് ബി എന്ന് വരും. ഇനി എനെ ഞാൻ ഉള്ളിലേക്ക് ക്രോസ് ചെയ്താൽ എന്ന് വരും? മൈനസ് എ ക്രോസ് എ. സിമിലർലി ഇവിടെ ബിനെ ഞാൻ മൈനസ് എനെ ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മൈനസ് ബി ക്രോസ് എ which is equal to 0 എന്ന ആൻസർ വരും. ഇനി നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ എന്താ? മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി ഇൻറ്റു സൈൻ തീറ്റയാണ് ഇൻറ്റു എൻ ക്യാപ്പ് ഉണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ അവർ തമ്മിലുള്ള ആംഗിൾ 0 ആണെന്നുണ്ടെങ്കിൽ എ ക്രോസ് ബി എന്താവും? 0 ആവൂലേ. അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താ? എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ 0 ആണ്. എ ഡോട്ട് എ അല്ല, എ ക്രോസ് എ എന്ന് പറഞ്ഞാൽ 0 ആണ്. ബി ക്രോസ് ബി എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. അതേപോലെ ഇനി സി ക്രോസ് ഇതിലുണ്ടെങ്കിൽ അത് 0 ആണ്. സി ക്രോസ് ഇല്ലല്ലോ, സീനല്ലേ നമ്മൾ ചേഞ്ച് ചെയ്തത്. അങ്ങനെയെങ്കിൽ ഈ 2 ടേമും 0 ആയി പോകും. ഇനി ഇവിടെ പിന്നെ എ ക്രോസ് ബി ഇതാണ്. മൈനസ് ഓഫ് എ ക്രോസ് ബി ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് എ ക്രോസ് ബി അല്ലേ. അപ്പൊ എ ക്രോസ് ബി പ്ലസ് മൈനസ് ഓഫ് ബി ക്രോസ് എന്ന് പറഞ്ഞാൽ അത് എ ക്രോസ് ബി ആണ്. ഇനി ഇതൊക്കെ പോയി ഇവിടെ മൈനസ് ഓഫ് ബി ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? എ ക്രോസ് ബി ആണ്. ദാറ്റ് ഈസ് ഫൈനൽ ആൻസർ ബിക്കം 3 into എ ക്രോസ് ബി. അങ്ങനെയെങ്കിൽ നിങ്ങളോട് ചോദിച്ചത് എന്താണ്?
ലാംഡ കോമ വെക്ടർ ഡി അല്ലേ ചോദിച്ചത്. ലാംഡ എന്ന് പറഞ്ഞാല് അത് -3/2. വെക്ടർ ഡി എന്ന് പറഞ്ഞാൽ എന്താ 3 × a × b.